I saw heavens opened. So, heaven തുറന്നിട്ട് യേശുവിന്റെ കരം കാണുന്നു. എന്നിട്ട് യേശുവിന്റെ കയ്യിൽ നിന്ന് ഈ നമ്മൾ വൈൻ ഗ്ലാസ് പോലത്തെ ഒരു ഗ്ലാസ്, അതിൽ നിറച്ച് വൈനാണ്, അത് ഇങ്ങനെ ഒഴിച്ചു തരുന്നതാണ് കാണിച്ചു. I saw heavens open, then I saw the chalice or the cup of wine, and I saw Jesus pouring this wine. ഞാൻ എഴുന്നേറ്റ് ഇരുന്ന് കണ്ണടച്ച് ആദ്യം ഇരിക്കുമ്പോൾ കാണുന്നതാണ്. വീണ്ടും ഞാൻ കണ്ണടച്ചു. എനിക്കൊരു സംശയം പോലെ, ഞാനിത് പ്ലാൻ ചെയ്തിട്ടില്ല, അതിനുവേണ്ടി ആയിരിക്കണം. എന്റെ തോട്ട്സിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഒരു പക്ഷേ കർത്തൃവേഷം നടത്താൻ വേണ്ടി കർത്താവ് എനിക്ക് ഒരു ആഹ്വാനം തരുന്നതായിരിക്കും. So I saw it once, then I closed my eyes, then I began to think, why is this God showing me, or maybe I should do it. I didn't plan anything. Maybe he wants me to do the Lord's table today. So it's an invitation. I was thinking, I was wondering. Again, ഞാനത് പ്ലാൻ ചെയ്യാൻ കർത്താവ് വീണ്ടും അതേ ദർശനം വീണ്ടും കാണിക്കുവാനിടേ. When I was thinking, I saw the same vision again. The Lord repeated the same vision again. So അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഹോളി സ്പിരിറ്റ് ടച്ചിങ്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇന്ന് ഇവിടെ മീറ്റിംഗ് കൂടുമ്പോൾ താങ്ക്സ് ഗിവിംഗ് ആണല്ലോ. നമ്മൾ കർത്താവിനെ ഓർക്കുകയാണ്, അല്ലെ? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുകയാണ്. ചെയ്യണമെന്ന് എനിക്കൊരു കൺഫർമേഷൻ കിട്ടുവാനിടയായി. So that was my confirmation to do this Lord's table today, even though I didn't plan it. And this Lord's table is also a Thanksgiving. Actually, it's a Thanksgiving of the Lord's table. ഇപ്പോൾ ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ എത്തിയിട്ടുണ്ട്, എന്നെ കൈ ടച്ച് ചെയ്തു. As I am speaking right now, I can feel the Holy Spirit hold or touch my hands. Holy Spirit's presence ഇവിടെ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് മനസ്സിലാവും. I can feel the flow of the Holy Spirit around me. ഞാനിങ്ങനെ ട്രക്കിൽ പോകുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കുകയാണ്, ഞാൻ മാത്യൂസ് പാസ്റ്റർ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറ്. ട്രക്കിൽ പോകുമ്പോൾ ഞാൻ ഫുൾ ടൈം ട്രാക്കിൽ ഒന്നെങ്കിൽ വർഷിപ്പ് സോങ് ഇടും, അല്ലെങ്കിൽ നല്ല ടീച്ചേഴ്സ് ഒന്ന് രണ്ട് പേരെ എനിക്കറിയാം, ഒന്ന് രണ്ട് പേരെ ടീച്ചിങ് ക്ലാസ് ഇങ്ങനെ, അത് ഞാൻ ഇങ്ങനെ ഓൺ ചെയ്യും. അല്ലാതെ ഒന്നും ഞാൻ മ്യൂസിക് കേൾക്കാറില്ല. അല്ലെങ്കിൽ വർഷിപ്പ് ഇടും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കും, ഞാനിരുന്നു, അല്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരുടെ ടീച്ചിങ് കേട്ടോണ്ടിരിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് ഒരു അറിയപ്പെടുന്ന ദൈവദാസൻ പ്രസംഗിച്ചു. അത് ഞാനിങ്ങനെ ട്രക്കിൽ യാത്ര ചെയ്യുമ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ്. My usual practice is when I was driving the truck was I only do 3-4 things. I would play worship music, or I would pray, or I would pray in tongues, or I would listen to one or two selected men of God. And once I was traveling, and I happened to see a man of God, or hear a man of God preach on the crucifixion of Jesus. ഞാനിങ്ങനെ വാഹനം ഓടിക്കുന്നു, ഹൈവേയിലാണ്. ഈ ഇദ്ദേഹത്തിന്റെ ആ പ്രസംഗം കേട്ട് കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്ത് കഴിയുകയും എന്റെ ട്രക്കിനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ സാന്നിധ്യം. As soon as this man of God was done speaking on the cross and the crucifixion of Jesus, I turned off that message, or I switched off the appliance, and all of a sudden, the truck was filled with the holy manifest presence of God. So Holy Spirit എനിക്ക് മനസ്സിലായി. Holy Spirit പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ, എന്റെ തോട്ട്സിൽ, എന്റെ ഇമോഷൻ എല്ലായിടത്തും തൊടുവാൻ തുടങ്ങി. I understood it was the Holy Spirit touching me, and the Holy Spirit began to move through my emotions, my thoughts, my body, and I could feel the Holy Spirit go through me. ഞാൻ ഓർക്കുന്ന ഒരു 2-3 മണിക്കൂർ ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. I recall now that for 2 to 3 hours I was wailing and crying, weeping, loud weeping. So ഞാൻ വാഹനം ഓടിക്കുന്ന കൂടെ തന്നെ കരഞ്ഞ് നിലവിളിക്കുക. കാരണം യേശുവിന്റെ ക്രൂശീകരണം, അതിന്റെ പെയിന്, അതിന്റെ റെവലേഷന്, അത് എനിക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തല്, അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കും. So I was groaning with loud groanings when the Holy Spirit made it plain, and he made it to understand to me that the pain of the crucifixion, the suffering of the crucifixion of Jesus was personally for me, and I couldn't hold myself back. I was weeping and crying as the Holy Spirit was teaching this to me. Hallelujah. അല്പസമയം ദിവസം നമുക്ക് എഴുന്നേറ്റിരിക്കാം, കാരണം അധിക സമയം എടുക്കുന്നില്ല. നമ്മുടെ മീറ്റിംഗ് 12 ക്ലോസ് ചെയ്യുന്നതാണല്ലോ. 5-10 മിനിറ്റ്സ് അതിനുശേഷം കത്രിമേശ എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
So we just stand up. We don't have much time. We were planning to close by 12, but in the next 5-10 minutes, we will do the Lord's Communion and come to bring the meeting to a conclusion. So Luke chapter 22, 19 to 20 നമ്മൾ വായിക്കുന്നു. In Luke 22, 19 and 20, we read, കർത്താവ് and he took the bread. കർത്താവ് അപ്പം കയ്യിലെടുത്തു. we read that Jesus took the bread in his hand And give thanks and broken it. നന്ദി പറഞ്ഞ് അത് ബ്രേക്ക് ചെയ്തു. and he gave thanks and broke the bread. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ബോഡി, എന്റെ ശരീരമാണ്. And he said, this is my body. Give for you. ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നു. This body is broken for you. എന്നിട്ട് പറയണത് remembrance of me. Do this in remembrance of me. എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞു. ഓർമ്മയ്ക്കാ, നിങ്ങൾ കൂടുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കത് ചെയ്യുവിൻ. Whenever you get together, whenever you come together, do this communion, this Lord's table in remembrance of me. അതിനുശേഷം കപ്പെടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ന്യൂ കവണന്റ് ആണ് ഇൻ മൈ ബ്ലഡ്. ഇതെന്റെ രക്തത്തിൽ പുതിയ കവണന്റ് ആണ്. And he took the cup and said, this cup is the new covenant in my blood. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. And I have shed it for you and I give it to you. Hallelujah. Thank you, Jesus. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് സറണ്ടർ ചെയ്യാം. Let us surrender ourselves one more time to the Lord. Jesus, കർത്താവിന്റെ മേശ നമ്മുടെ മുന്നിലുണ്ട്. The Lord's table is in front of our eyes. നമ്മളെല്ലാം വർഷങ്ങളായിട്ട് കർത്താവിനെ സേവിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. We have been serving and following God for years. നമുക്കെല്ലാ വചനഭാഗത്തും അറിയാം. We know the scriptures. കൊണ്ട് ഇത് നമുക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പങ്കെടുക്കുവാൻ കർത്താവിന്റെ ഓർമ്മയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കൽപ്പനയാണിത്. This is an ordinance God has given us to observe because we have believed the Lord, we have baptized, we have lived for the Lord, and this is an ordinance the Lord has given for us to observe and remember Him. പക്ഷെ പൗലോസ് പറഞ്ഞത് നിങ്ങൾ വിവേചിച്ച് തന്നെത്താൻ വിവേചിച്ച് വേണം ചെയ്യുക. The Apostle Paul said, each and every person discern or judge yourself before you partake of the Lord's body and the Lord's blood. Discern. നമ്മുടെ കർത്താവിന്റെ ശരീരവും നമ്മുടെ കർത്താവിന്റെ രക്തവും നമുക്ക് വിവേചിക്കാൻ സാധ്യമല്ല, പക്ഷെ നമുക്ക് നമ്മെ തന്നെ വിവേചിക്കാം. It's not possible for us to discern the Lord's body or the Lord's blood, but we can judge ourselves, our own behavior, our own thoughts. We can judge ourselves. ഒരു നിമിഷം നമ്മൾ മനസ്സാന്തരപ്പെടുവാൻ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ആ കാൽവരിയിലോട്ടൊന്നോ നമ്മുടെ കണ്ണുകൾ ഹൃദയം പകർന്നു കൊടുത്താൽ. Let us surrender ourselves to the cross of Christ and repent and ask the Lord to cleanse us as we look towards the Lord to the cross of Calvary. അത് പറയുമ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്ത് വലിയ ദൈവസമാധാനം ഒഴുകിക്കൊണ്ടിരിക്കുക. As I speak this to you, I can feel the peace of God run through my heart. ഇങ്ങനെ എന്നെ റിവലേഷൻ ആയിട്ട് ദൈവം കാണിക്കുന്നു. യേശു എന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന കാണും. I can see Jesus standing at the right hand. I can see ഒരുപാട് ദൂതന്മാർ ഇവിടെ വന്നിട്ട് അവര് ബൗ ചെയ്ത് നിൽക്കുന്നത് കാണാം. And I can see many angels bowing down before the Lord Jesus Christ. So അവർ വലിയ റെവറൻസിൽ വലിയ ബഹുമാനത്തോടെ നിൽക്കുന്ന ഒരു കാഴ്ച കാണുക. I see them standing with great reverence, great trembling. Oh Jesus. ചില ദൂതന്മാർ വാൾ ഉരിപ്പിടിച്ച് ഇങ്ങനെ അറ്റൻഷൻ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. And I can see angels standing with drawn swords. ഈ അന്തരീക്ഷ മണ്ഡലത്തിലെല്ലാം ഏഞ്ചൽസ് ആകാശത്തുനിന്ന് ഇറങ്ങി നിന്ന് അവർ തന്റെ ചിറകുകൾ അടിച്ച് ഈ ഒരു സൈസ് കാഹളം പോലെ നാദം ഊതിക്കൊണ്ടിരിക്കുകയാണ്. And I can see the angels in midair fluttering their wings down, and I see some angels blowing the trumpet. ഭയങ്കര ദൈവസാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. I can feel the engulfing of the presence of God. ഈ ത്രോൺ, ഈ ആകാശം, നമുക്ക് ഈ കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന്റെ ചുവട്ടിൽ നിന്ന് വചനം പറയുന്നത് പോലെ ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. And as the scripture says, the river of God is flowing from the throne of God. കർത്താവ് എങ്ങനെ ആ ത്രോണിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. I can see the Lord enthroned on his throne. ജീസസ് 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 എല്ലാവരും സമർപ്പിച്ചു കൊടുത്താലും everybody surrender to the Lord Jesus Christ. എല്ലാ സാന്നിധ്യം മനസ്സിലാവുന്നുണ്ടോ? Are all experiencing or feeling the presence of God? സാധാരണ നമ്മളെല്ലാവരും പറയും ഈ അപ്പത്തിന്റെ അകത്ത് ഒന്നും ഉണ്ടാകുന്നില്ല, ഇത് ബ്രെഡ് ആണ്, അതിനകത്ത് അത് രൂപാന്തരം ഉണ്ടാകുന്നില്ല, രക്തമാണ്, ഇത്
വീഞ്ഞാണ്, രൂപാന്തരം ഉണ്ടാകുന്നില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ അകത്തൊരു ദൈവിക പ്രസൻസ് വരും. People say about transformation of the bread, and they think, oh, it's just mere bread or mere cup of wine. But I believe that divine presence will come. ഞാൻ ഈ കോവിഡ് സമയങ്ങളിലൊക്കെ ഞാൻ എല്ലാ ദിവസവും കർത്തൃമേശൻ സ്വന്തമായിട്ട് എടുക്കുമായിരുന്നു. During the times of COVID, personally, I would partake of the Lord's body and blood. ഞാൻ എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ഈ ബ്രെഡ് കയ്യിലോട്ട് എടുക്കുമ്പോഴത്തേക്ക് പലപ്പോഴും അത് ഒരു അഗ്നി അല്ലെങ്കിൽ നമ്മളെങ്ങനെ കോയിൽ പിടിക്കുന്നവരെ പോകാറുണ്ട്. Many times when I would hold the bread, it would feel as if I was holding on to a hot coil, like hot rod. അത്രമാത്രം ദൈവത്തിന്റെ സാന്നിധ്യം ഇതിൽ ഇറങ്ങി വരും. That much of the presence of God would come onto the communion bread. കാരണം നമ്മൾ യേശുവിനെയാണ് കഴിക്കുന്നത്, യേശുവിനെയാണ് കുടിക്കുന്നത്. We are eating the flesh of Jesus and drinking the blood of Jesus. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് നീ കുടിക്കുമ്പോൾ കഴിക്കുമ്പോൾ എന്റെ രക്തം തന്നെ മാറും, യേശുവിന്റെ രക്തമാക്കി മാറും. I pray, oh Lord, as I partake of this blood, let change transform my blood to the very blood of Jesus. ഞാനത് പ്രാർത്ഥിച്ച് ഞാനത് കഴിക്കുമ്പോൾ ഞാൻ കർത്താവിനെ DNA മാറ്റി തരണം. I pray, oh Lord, change my DNA. പലപ്പോഴും ഇത് കഴിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ ദൈവം എനിക്ക് കാണിക്കാറുണ്ട്, DNA ഒരു ചേഞ്ച് ചെയ്ത് കാണിക്കാറുണ്ട്. I have seen the Lord showing the changes in my DNA itself as I partake. കാരണം പൗലോസ് പറയുന്നത് അനുഗ്രഹപാത്രമാണ്. Paul calls this a cup of blessing. അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ നമ്മുടെ ശാപം പൊട്ടും. What it means is that when we eat the body of Christ and when we drink the blood of Christ, the curse will break in the name of Jesus. When we eat the body and we drink the blood, there will be divine healing. The healings of Christ will manifest. When we have faith like that, then truly miracles will happen. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചർച്ചയിൽ ശുശ്രൂഷിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കർത്തൃമേശ ശുശ്രൂഷയിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. After I was done with the Lord's table last Sunday at our church service, then the Lord says, when you do the Lord's table in remembrance of Jesus, I will start to do miracles in your church. നിങ്ങൾ ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യം തരാൻ പോകുന്ന കർത്താവിന്റെ വാഗ്ദത്തം തരുവാനിടയായി. And then the Lord said, when you partake of the Lord's table, his flesh and his blood, the Lord gave me a promise that there will be divine healing, supernatural healings in the body and mind. എനിക്കറിയാവുന്ന ഒരു ക്യാൻസർ രോഗി, ഞാൻ കേട്ടതാണ്, ഒരാൾ പറഞ്ഞ സാക്ഷ്യമാണ്. അദ്ദേഹം മരിക്കാറായി കിടക്കുമ്പോഴത്തേക്ക് ഒരു ദൈവദാസൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇതുപോലൊരു കുറെ കത്രിമേശയുടെ എലമെന്റ്സ് കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തെ പറയും, എന്നും പ്രാർത്ഥിച്ച് നിങ്ങളത് വിശ്വാസത്തോടെ കഴിക്കൂ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം 1 മാസം കഴിച്ചു, അദ്ദേഹം ക്യാൻസർ പൂർണ്ണമായി വിട്ടുമാറുവാനിടയായി. I'm telling a testimony which I heard of. There was a man given over to death because he had cancer, and a man of God came there and he gave him a bunch of communion elements and said, partake of the Lord's flesh and blood every day. And he obeyed and it did for 30 days. And after 30 days or so, his body was healed of cancer. ഇത് നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവും. യേശു പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഉണ്ടാവും. Jesus said it'll create life within you because this is a cup of blessing. Hallelujah. ഇത് റാപ്ചറിന് ഇത് ആവശ്യമാണ്. It's something which we need. It's a necessity. Jesus. Please pray in tongues, pray in the Spirit as we partake. Please pray in tongues, please pray in tongues. പണ്ട് നമ്മൾ പിതാക്കന്മാരിൽ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരു പാത്രത്തിൽ നിന്ന് വീഞ്ഞു കുടിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആഫ്റ്റർ കോവിഡിന് ശേഷം അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മാറി നമ്മൾ അതാണ് ഫോളോ ചെയ്യുന്നത്. Earlier, the church fathers would partake from the same cup and the same plate or the bread, but after COVID, the rules have changed, so we are just doing it like this. Let us pray as we take the bread, the body of Christ in our hands. Next time, online ഉള്ളവർക്ക് ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾ ഇതുപോലത്തെ എലമെന്റ്സ് നിങ്ങൾ ഓർഡർ ചെയ്യാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വീഞ്ഞും അപ്പം ഉണ്ടാക്കാമെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഒരു ശുശ്രൂഷ ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളികളായി തീരാൻ പറ്റും. Next time we will do it for the ones on the online. Either you can order this online and get it delivered, or you can make your own bread and wine at home, and we can do it online. നിങ്ങൾ അപ്പം എടുത്ത് നമ്മള് ദിവസത്തിൽ പ്രാർത്ഥിക്കുക. Let us lift up the bread of the body of Christ and pray. നമ്മൾ നിൽക്കുന്നവരെല്ലാവരും പറഞ്ഞാൽ പരിശുദ്ധാത്മാവേ, Holy Spirit, പരിശുദ്ധാത്മ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ അപ്പത്തിന്മേൽ പരിവർത്തിച്ചാണ്. Holy Spirit, as you moved over the waters in the beginning, please move through this bread. യേശുവിന്റെ ശരീരമാണല്ലോ ഇത്. This represents the body of Christ. ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു. This was broken for us. ഞങ്ങളുടെ സാൽവേഷന് വേണ്ടിയായിരുന്നല്ലോ. This is for our salvation. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ രോഗശാന്തിക്ക് വേണ്ടിയാണല്ലോ. It's for our healings. ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ. It's for our blessings. ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ. For to give us life. അവകാശങ്ങളായി തീരാൻ വേണ്ടിയായിരുന്നല്ലോ. To inherit eternity. ജീസസ്. പരിശുദ്ധാത്മാവേ, Holy Spirit, cleanse and sanctify. ഞങ്ങളെ ശുദ്ധീകരിച്ചായിരുന്നു. Cleanse and sanctify us. യേശുവിനെ കാണിച്ചു രാത്രി യേശു അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. God, Jesus Christ, the day he was betrayed, he took the bread, broke it, and gave. എന്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പിൻ. And he said, "This is my body. Take and eat." എല്ലാവരും ഭക്ഷിച്ചാണ്. Please, everybody eat. I feel വലിയ ദിവസമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. I feel great presence of God come. Thank you, Jesus. Thank you, Jesus. അതിനുശേഷം കർത്താവ് പാനപാത്രം കയ്യിലെടുത്തു. Jesus took the cup in his hand. Oh, hallelujah. Hallelujah. Thank you, Jesus. Hallelujah. കർത്താവ് പറഞ്ഞു, ഇതിന്റെ പുതിയ നിയമത്തിന്റെ രക്തമാകുന്നു, വാങ്ങി കൊടുപ്പീൻ. Jesus said, "This is the cup and the blood of the new covenant. Please drink of it." പുതിയ നിയമത്തിന്റെ രക്തം. This is shed for the remission of sins of many. Oh, thank you, Jesus. യേശുവേ നന്ദി. ഇതിനകത്തിലോട് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് രാവിലെ കണ്ട ദർശനത്തിന്റെ ഒരു ഭാഗം ഇതിൽ കാണുന്നു. ഇതിനകത്തോട് ഈ സ്മോക്ക് വരുന്നത്, പുക വരുന്നത് പോലെ ദൈവസ്ഥാനത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. What the Lord showed me, it's a continuation of it. I see the presence of God come as smoke into this cup. ഈ റൂം മുഴുവൻ ദൈവ തേജസ്സു നമുക്ക് കാണാൻ പറ്റും. I can see this room filled with the glory of God. എന്നോട് പറഞ്ഞ ഈ പഴയ നിയമത്തിലെ പുരോഹിതന്മാര് ദൈവസ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അതുപോലെ തേജസ് ഇറങ്ങി വന്നു. അതിന്റെ ഒരു ഭാഗമാണ് കർത്താവ് പറയുന്നത്. And the Lord said, as Solomon dedicated the temple, the priest could not stand in the temple because of the manifest glory of God. And this is also a part of it, something similar to it, part of it. ഇതിന്റെ മുകളിൽ ഒരു ക്ലൗഡ്, അതായത് ഈ ആകാശത്തിൽ ഒരു ക്ലൗഡ് നിൽക്കുന്നു, പിതാവ് ദൈവത്തിന്റെ ക്ലൗഡ് നിൽക്കുന്ന ഒരു സാന്നിധ്യം നിൽക്കുന്നു. I can see at the presence of a cloud of the presence of the Father, like a cloud over us. Jesus. എന്നെ ഒരു സിംബോളിക്കായിട്ട് കർത്താവോട് പറയുകയാണ്, കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്ന് അനുഭവമായിരുന്നു. നിങ്ങൾ കർത്തൃമേശ ചെയ്യുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ചു കൂടുന്ന ആ ഒരു കൂട്ടായ്മയോടെ കാണുകയാണ്. It's the same thing that on the day the Lord Jesus was baptized in the Jordan, there was a communion, there was a fellowship coming together of God the Father, God the Son, God the Holy Spirit. Same way, when you do the communion, the Father, the Son, and the Holy Spirit come together, fellowship together. നമുക്ക് അത് കുടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ജീവനുണ്ടാകട്ടെ. As we drink of the cup of the blood of Jesus, let life come to us. Oh, thank you, Jesus. Thank you, Jesus. Thank you, Jesus. We give you glory, honor, praise. Pastor Philip, please pray. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സ്തുതിക്കുന്ന ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഒരു താങ്ക്സ് ഗിവിംഗിൽ പങ്കെടുക്കുവാൻ തക്കൊണ്ട സ്വർഗം ഞങ്ങൾക്ക് നൽകുന്ന നല്ല സവാസത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ കടന്നു വന്ന മുതൽ ഇതുവരെയും അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിന് കീഴില ആ ഷെക്കേന ഗ്ലോറിയുടെ കീഴിൽ തന്നെ ഞങ്ങളായിരിക്കുവാൻ തക്കവണ്ണം സ്വർഗം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അപ്പച്ചാ, ഞങ്ങൾക്ക് കർത്തൃമേശയിലേക്ക് കരഞ്ഞിട്ടുവാൻ സ്വർഗം സഹായിച്ചതിനായി സ്തോത്രം. മേശമേൽ അപ്പവും വീഞ്ഞും ശേഷിക്കുന്നു കർത്താവെ. ഇത് വിളിച്ചറിയിക്കുന്ന ഞങ്ങളുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ മാംസവുമായ അനേകർ
ഇതിൽ പങ്കുവരുവാൻ്റെതായിട്ടുണ്ട് കർത്താവേ. കഴിയുന്നിടത്തോളം അവരെയും അവരോടും അങ്ങയുടെ സുവിശേഷം അറിയിക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് അവരെ കൂട്ടിവരുത്തുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം എന്നുള്ള വചനം പോലെ ഹല്ലേലൂയ കർത്താവേ, അനേകരെ അങ്ങിന്നും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിളിയെ പുറങ്കാലുകൊണ്ട് തട്ടി എറിഞ്ഞ് ഹല്ലേലൂയ കർത്താവേ സ്തോത്രം അങ്ങയോട് മറുതലിച്ച് നിൽക്കുന്ന ആ ജനത്തിന്റെ ഹൃദയത്തോട് സ്വർഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അങ്ങയുടെ ജനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓൺലൈനിലായിരിക്കുന്ന അങ്ങയുടെ ജനത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശുശ്രൂഷ അങ്ങയുടെ ദാസന്മാരെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അടിയങ്ങൾ ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. അടിയങ്ങൾക്ക് ഹല്ലേലൂയ നല്ല സവാസത്തിന് കൂടെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഷെയർ ചെയ്ത എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം. സകല മാനവമോത്തോട് തേക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി നാഥനോട് കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. അടുത്ത 5 മിനിറ്റ് 5-7 മിനിറ്റ്സ് പാസ്റ്റർ എടുത്തിട്ട് നമുക്ക് പ്രാർത്ഥി ക്ലോസ് ചെയ്യാം. മഞ്ജുസ് പാസ്റ്റർ ഓ ഒരു 5 മിനിറ്റ്സ് പറയാനുള്ളത് പറഞ്ഞിട്ടേ, പാസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. ഇന്ന് താങ്ക്സ് ഗിവിംഗ് അതുപോലെ ഇതാണല്ലോ, കത്രിമേശിക്ക് ഉണ്ടായിരുന്നല്ലോ. പാസ്റ്റർ എന്തെങ്കിലും? Oh, thank you. ഞാൻ പറയാം കർത്താവ്. Father God, I just surrender. Holy Spirit, we surrender. നിങ്ങളുടെ മേലുള്ള ഒരു വലിയ ദൈവ തേജസ് വന്നിട്ടുണ്ട്. കർത്താവ് കാണിക്കുന്ന പറഞ്ഞാല് ഈ മരണത്തിന്റെ ആത്മാവിൽ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്, മരണത്തിന്റെ ശക്തിയിൽ നിൽക്കുന്ന ആ മരണത്തിന്റെ ദൂതനെയും മരണശക്തികളെയും ദൈവം നീക്കം ചെയ്യുവാണ്. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വോയിസ് കേൾക്കാനായിട്ട്, to hear the voice of God. God is removing the hindrances. ഈ തടസ്സങ്ങൾ ദൈവം മാറ്റുവാണ്. നിങ്ങൾ പലരും കർത്താവിനെ കാംക്ഷിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്നു ഹൃദയം തുറന്നു കൊടുക്കണം കർത്താവ് വരണമെങ്കിൽ. വെളിപാടിന്റെ 3:20 പറയുന്നു ഐ സ്റ്റാൻഡ് ഔട്ട്സൈഡ് ദ ഹാർട്ട്. നമ്മുടെ ഹൃദയമാണ് കർത്താവിന് വേണ്ടി തുറന്നു കൊടുക്കേണ്ടത്. So God is asking you to open your hearts to him so that he can come in. I also see Jesus touching the minds. And ഈ മനസ്സിനെ കർത്താവ് തൊടുന്നതായിട്ട് കാണുന്നത്. And Jesus is saying that when you are standing in the Holy Spirit's ministry, you should be always be open to the fire of God. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ തീയുടെ സ്നാനത്തിന് ഒരുക്കത്തോടെ എപ്പോഴും നിൽക്കാവുന്ന. So he's going to release fire now in the mighty name of Jesus. And I see the fear of God coming. The fear of God is the spirit that is coming. യഹോവഭക്തിയുടെ ആത്മാവ് കർത്താവ് അയക്കുവാണ് യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. പലരും നിങ്ങൾ ചിലര് തലമുറ ഓർത്ത് ദൈവസന്നിധിയിൽ കരയുന്നവരുണ്ട്. യു ആർ ക്രൈങ് അബൌട്ട് യുവർ ചിൽഡ്രൻ. And God is saying that worship God and thank God. Keep praising God and worshiping God, and God will loosen the will of man and will of woman from children. നിങ്ങൾ തലമുറ ഓർക്കുന്നതിന് പകരം ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. നിങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറയുടെ മേലുള്ള അവരുടെ ഹിതം, അവരുടെ ഇഷ്ടം, അവരുടെ ഇച്ഛാശക്തി കർത്താവ് മാറ്റുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഓരോ തോന്നലുകൾ വരും, അയ്യോ ഭയങ്ങൾ വരും, വിട്ടുമാറാത്ത തോന്നലുകൾ, ഭയങ്ങൾ, അങ്ങനത്തെ വിട്ടുമാറാത്ത തോന്നലുകളെ ഭയങ്ങൾ. ഈസ് റിമൂവിങ് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ and he's removing the spirit of failure and he's removing the spirit called contention. പഴയ നിമിത്തം പറയുന്നുണ്ട് മൈ സ്പിരിറ്റ് വിൽ നോട്ട് കണ്ടന്റ് ഫോർ എവർ. എൻ്റെ ആത്മാവ് എപ്പോഴും നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ സ്പിരിറ്റ് ഓഫ് കണ്ടൻഷൻ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ലെറ്റ് ഗോ in the name of പരിശുദ്ധാത്മാവിനോട് നമ്മൾ മർദ്ദിച്ചുകൊണ്ടിരിക്കില്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ. അതുപോലെ തന്നെ ഒരു അനുസരണത്തിന്റെ ആത്മാവ് കർത്താവ് തരും. ഗോഡ് ഈസ് ഗിവിംഗ് എ സ്പിരിറ്റ് ഓഫ് സറണ്ടർ ആൻഡ് ഒബീഡിയൻസ്. താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ നിങ്ങൾ ചിലരൊക്കെ ഇങ്ങനെ മടിച്ച് നിൽക്കും ഈ കർത്താവിൻ്റെ ദർശനത്തെക്കുറിച്ച് ദേവദാസൻ പറയുമ്പോൾ, ദർശനങ്ങൾ കാണുന്നത് പറയുമ്പോൾ നിങ്ങൾ മടിച്ച് നിൽക്കില്ല. നിങ്ങൾ ഹൃദയത്തിൽ വാഞ്ചിക്കണം, കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. താങ്ക് യു ജീസസ്. ആത്മാവിൽ എരിവുള്ളവരായിട്ട് മാറ്റാൻ പോവുകയാണ്. God is increasing your passion, your zeal, and your hunger for the things of God. I see fire coming down, and Jesus is saying there's going to be a release of the ministry of the fire of God in this time, and this is the season of God's divine fire. ദൈവത്തിൻ്റെ അഗ്നി, ദൈവത്തിൻ്റെ തീയുടെ സ്നാനത്തിൻ്റെ അല്ലെങ്കിൽ തീ പ്രത്യക്ഷപ്പെടുന്ന സമയമാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഐ ഓൾസോ സീ നമ്മുടെ ഉൾക്കൈകൾ കർത്താവ് പിടിക്കുമെന്ന് പറഞ്ഞില്ല. ചിലരെയൊക്കെ ഉൾക്കൈയിൽ ദൈവം പിടിച്ചിട്ടുണ്ട്. ആൻഡ് ഗോഡ് ഈസ് സേയിങ് ദാറ്റ് സ്റ്റേ ദെയർ. കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെ നിൽക്കണം, പുറത്ത് ചാടാൻ നോക്കല്ല. താങ്ക് യു ജീസസ്. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട് ടു ടേക്ക് മോർ ടൈം. ഈ ദൈവവിളിയുടെ ഒരു വലിയ
വാതിൽ തുറക്കുന്നതായിട്ട്, കർത്താവിൻ്റെ വിളി കേൾക്കുവാനായിട്ട്. കർത്താവിൻ്റെ വിളിയുടെ സമയമാണ്. ഇപ്പം കർത്താവ് ഇങ്ങനെ ഓരോരുത്തരും വന്ന് തൊടുന്നതായിട്ട്, ഇപ്പം നിങ്ങൾ ഈ നിൽക്കുന്നിടത്ത് ചിലരുടെ മേൽ കർത്താവ് കരം വെക്കുന്നുണ്ട്. താങ്ക് യു ജീസസ്. അത് നിങ്ങൾ ഓൺലൈനിലായിരിക്കും, അവിടെ ആയിരിക്കും. ബട്ട് ഐ സീ ദ ഫേവർ ഓഫ് ഗോഡ് കമ്മിങ് ഡൗൺ ആൻഡ് ഐ സീ ജീസസ് ടച്ചിങ് ഹാർട്ട്സ്. ഐ സീ ജീസസ് ടച്ചിങ് മൈൻഡ്സ്. ഐ സീ ജീസസ് ടച്ചിങ് യുവർ തിങ്കിങ് പാറ്റേൺ ആൻഡ് തിങ്കിങ് പ്രോസസ്. ആൻഡ് ജീസസ് ഇസ് ചേഞ്ചിങ് യുവർ തോട്ട് പ്രോസസ്. നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ കർത്താവ് മാറ്റം ചെയ്യുക. അവിടെ രൂപാന്തരങ്ങൾ വരുവാണ്. താങ്ക് യു ജീസസ്. ഇനി മുതൽ നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ ദൈവം കാണിക്കും, കേൾക്കാത്ത കാര്യങ്ങൾ ദൈവം കേൾപ്പിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവം തുറക്കും. അഗ്നിയുടെ ഒരു സ്നാനം കർത്താവ് തരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന് വലിയൊരു സാന്നിധ്യം അവിടെ വരുന്നു. കർത്താവ്, വി സറണ്ടർ അമേരിക്ക ടു യു. വി താങ്ക് യു ഫോർ ദിസ് കൺട്രി. വി ആസ്ക് യു ലോർഡ്, ബ്രിങ് റിപ്പൻറ്റൻസ് ടു അമേരിക്ക. Turn America back to you. Lord, save America. Lord, we love this country. This country has blessed us. We want repentance. We want revival in this nation. As America is going to enter into a 250th year of independence, this 2026, Lord, we cry for this, the Holy Spirit to come, the Holy Spirit to move, and the Holy Spirit to lift up Jesus, oh Lord. We are praying mercy for America, the American government, the government of Texas, and every government, oh Lord. The rulers will repent, preachers will repent, the children will repent, that you visit universities, colleges, schools. We are asking, oh Lord, for a move of the Spirit. Forgive us, forgive our land, oh Lord. You have brought us to this country, Lord. Let the voice of God come to this country. We are grateful, we are thankful to you. Father, we thank you, we thank you, thank you, Father. Lord, we pray for the pastor. We pray for pastor right now, Lord. Fill him, Lord. Bless him, oh Lord. Bless his family. In the name of Jesus, we pray. Amen. Thank you. Thank you, Pastor Matthews, and Thanksgiving. ഓൺലൈനിലുള്ള ആർക്കെങ്കിലും ഒറ്റ മിനിറ്റ് ടൈം ഉണ്ട്, ആർക്കെങ്കിലും അത്യാവശ്യം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം. ഓൺലൈനിൽ വന്നിരിക്കുന്ന ആർക്കെങ്കിലും. Pastor, ഞാൻ പൊയ്ക്കോട്ടെ പാസ്റ്റർ. എൻ്റെ വണ്ടി Thank you. Thank you so much. Thank you so much. Thank you so much. Thank you. ആരുമില്ലെന്ന് പ്രതീക്ഷിക്കുമ്പോൾ, എന്നാൽ നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാണ്. എല്ലാവരും അനുഗ്രഹിക്കട്ടെ, കടന്നു വന്നവർ എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. വീണ്ടും നമുക്ക് അടുത്ത മീറ്റിംഗിൽ കാണാം. ബ്ലെസ് യു ഓൾ. ബൈ ബൈ. Bye, Pastor. Thank you, Pastor. Thank you, Pastor. Thank you, Pastor.